ആകണമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. മേഘനയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അതേസമയം മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർത്തിവെക്കരുതെന്ന് അർജുന്റെ കുടുംബം പ്രതികരിക്കുന്നു. അർജുനെ കണ്ടെത്തുന്നതുവരെ പിന്തുണ നൽകണമെന്നും സഹോദരി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ഇതും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്ന് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാലാവസ്ഥൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. അർജുനെ പോലെ തന്നെ വേറെ 2 പേരും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കാനുള്ളത്. ഓരോ നിമിഷം ഇപ്പം കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ലോറിയൊന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട്. 13 ദിവസമായി. അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്താ പറ്റിയത്. ഈ 13 ദിവസമായിട്ട് നമ്മൾ എന്താ ഇനി പറയേണ്ടത്, എന്നാ തിരിച്ചു വരിക, ഒന്നും അറിയില്ല. അപ്പം നഷ്ടമായിട്ട് അർജുനെ നമുക്ക് നഷ്ടമായിട്ട് 13 ദിവസമായി. അപ്പോൾ ഇനിയും 4 ദിവസം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതെന്നും നമുക്ക് അറിയുന്നില്ല. റിയാസ് കെ.എം.ആറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസ്, നമുക്കറിയാം ആ കുടുംബത്തിന്റെ വിഷമം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രത്തോളം വിഷമമുണ്ട് ആ കുടുംബത്തിന്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു ഭാഗം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ഈശ്വർ മാൽപേ അവർ വലിയ വൈദഗ്ധ്യമുള്ള ആളുകളാണ്. ഈ മുങ്ങൽ വിദഗ്ധർ സംഘം എന്ന് പറയുന്നത് അവരടക്കം മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പ്രതീക്ഷ ഇനി 2 ഘട്ടങ്ങളാണ്. അതായത് ഒന്ന് തൃശ്ശൂരിൽ നിന്ന് ഈ ഡ്രഡ്ജിങ്ങിനുള്ള മെഷീൻ എത്തിക്കണം, മറ്റൊന്ന് ബാർജ് എത്തിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് കുടുംബത്തിൻ്റെ മറ്റ് പ്രതികരണങ്ങൾ? കാരണം ആ ഒരു വിഷമത്തിൽ നമ്മളും പങ്കുചേരുന്നുണ്ട്. എങ്ങനെയാണ് അവർ പറയുന്നത്? ഭദ്ര, എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കുടുംബം ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത്. സഹോദരി അഞ്ജുവും ഇളയ സഹോദരൻ അഭിജിത്തും ഒപ്പം തന്നെ കസിൻ ബ്രദറായിട്ടുള്ള വൈശാഖുമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. സഹോദരിയായിട്ടുള്ള അഞ്ജുവാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ ഇതിനുമപ്പുറം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതിനുമപ്പുറം സഹോദരി അഞ്ജുവുമായും ആ കുടുംബവുമായും നേരത്തെ ഏറെ നേരം ഇന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആ സമയത്ത് അവർ വ്യക്തമാക്കിയ ഒരു കാര്യം അവരെ സംബന്ധിച്ച് വലിയൊരു നിരാശയാണുള്ളത്. കാരണം ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ കർണാടക ഗവൺമെൻറ് രക്ഷാപ്രവർത്തനം നടത്തുന്നു, ഒപ്പം സൈനികർ, നേവി ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ അവരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെയെല്ലാം അസ്തമിപ്പിക്കുന്ന ഒരു തരത്തിലാണ് തെരച്ചിൽ താൽക്കാലികമായെങ്കിലും നിർത്തുന്നു എന്ന ഒരു വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവരെ സംബന്ധിച്ചുള്ളത്. അത് ആ കുടുംബത്തിന് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്. കുടുംബം പറയുന്നത് തെരച്ചിൽ നിർത്തരുത് എന്നുള്ളത്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തണം. അതിന് ആവശ്യമായ ടെക്നോളജികൾ നമ്മുടെ രാജ്യത്ത് ലഭിക്കാനുണ്ട്. അർജുനെ മാത്രമല്ല, അർജുനൊപ്പമുള്ള മറ്റ് 2 പേരുടെയും കണ്ടെത്തുന്ന ഇതുവരെ തെരച്ചിൽ തുടരണം എന്നൊരു അഭ്യർത്ഥന കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനായി കേരള കർണാടക സർക്കാരുകൾ ഇതുവരെ തന്ന വലിയ പിന്തുണയാണ്. ആ പിന്തുണ ഇനിയും തുടരണം. മാധ്യമങ്ങളടക്കം വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ തുടരണമെന്ന് തന്നെയാണ് കുടുംബം വളരെ വൈകാരികമായി പ്രതികരിക്കുന്നത്. അവർ യാഥാർത്ഥ്യത്തോട് പതിയെ താതാത്മ്യപ്പെട്ട് വരികയാണ്. പക്ഷേ അപ്പോഴും അർജുൻ്റെ അമ്മ കഴിഞ്ഞ 13 ദിവസമായി ഈ തെരച്ചിൽ തുടരുകയാണ്. അർജുൻ്റെ അമ്മ ഇതുവരെയായി എന്താണ് മകൻ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചൊരു ഉത്തരം വ്യക്തമാകാതെ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ച് വലിയ മാനസികമായ പ്രയാസത്തിലാണ്. കൃത്യമായൊരു സ്വബോധത്തിൽ അല്ല എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്ന മാനസിക പ്രയാസം നേരിടുകയാണ് ആ അമ്മ. ആ അമ്മയ്ക്ക് കൃത്യമായ ഉത്തരം നൽകേണ്ടുന്ന ഒരു ആവശ്യകത അത് കർണാടക സർക്കാരിനുണ്ട്, കേരള സർക്കാരിനുണ്ട്. ഇതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിനുമുണ്ട്. ഇതുവരെ ഉണ്ടായതുപോലെ ഏകോപിപ്പിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇനിയും തുടരണം എന്നുള്ളത് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഒപ്പം അവർ പറയുന്നത് ലോറിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വിവരം ലഭിച്ചു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് സംബന്ധിച്ച കാര്യങ്ങളിലും വ്യക്തത കൈവരേണ്ടതുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. ആവശ്യമായ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ എത്തിക്കണമെന്ന് പറയുന്നു. തിരച്ചിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന വിവരം, കാരണം ഇനിയിപ്പോൾ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൃശ്ശൂരിൽ നിന്നും എത്തിച്ച് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഷിരൂരിൽ എത്തിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തിരച്ചിൽ കൂടുതൽ ഊർജ്ജസ്വലമായി തുടരാനാവുക. ഈ കുടുംബം അവിടുത്തെ കാലാവസ്ഥയും അടിയൊഴുക്കും എല്ലാം അവർ
ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഈ തിരച്ചിൽ അതിൻ്റെ പേരിൽ നിർത്തിവെക്കുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് നിർത്തിവെക്കുന്നതിനോട് യോജിക്കാനാവില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഈ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെതിരെ അർജുൻ്റെ നാട്ടിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവിടെ എൻ്റെ തൊട്ടുപിറകിൽ ഇപ്പോൾ നമ്മളുള്ളത് അർജുൻ്റെ നാടായ കണ്ണാടിക്കലിലെ ടൗൺ പ്രദേശത്താണ്. ഈ പട്ടണത്തിൻ്റെ ഭാഗത്താണ് ഉള്ളത്. അർജുൻ്റെ വീട് ഇവിടെ നിന്നും ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. ആ വീടിൻ്റെ ഭാഗത്തുനിന്ന് മാറി ഇപ്പോൾ ഈ നഗരപ്രദേശത്ത് രാത്രി ഇപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കാൻ പോവുകയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ്. അല്പസമയത്തിനകം ആ പ്രതിഷേധ പ്രകടനം ഇവിടെ തുടരും. ആ തുടരുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരിക്കൽ കൂടി ആ പ്രതിഷേധ പ്രകടനത്തിൻ്റെ വിവരങ്ങളുമായി തത്സമയം നമുക്ക് വീണ്ടും വരാം. ഭദ്ര. തീർച്ചയായും റിയാസ്, എന്തായാലും കുടുംബത്തിൻ്റെ ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഒരു തിരച്ചിൽ നിർത്തിവെക്കരുത് എന്ന് പറയുന്നു. അതായത് ഓരോ ഘട്ടത്തിലും കർണാടക സർക്കാർ പറയുന്നു തിരച്ചിൽ അവസാനിക്കാൻ പോകുന്നു, അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ആ കുടുംബത്തിൻ്റെ നിരാശ. എന്തായാലും നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അവിടെ കൂലങ്കർഷമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കർണാടക സർക്കാരും അതുപോലെ കേരള സർക്കാരും ഒക്കെ ആയിട്ട് നേരത്തെ മുഖ്യമന്ത്രിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കുന്ന ഒരു നടപടികളിലേക്ക് കടന്നത്. എന്തായാലും അത്തരത്തിൽ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു. നമുക്കത്